അപ്പൊ കഴിഞ്ഞതിന് വന്ന് ഇത്തവണയും വരണം. ഓക്കെ, താങ്ക് യു. അതെ അതെ അതെ. ഫറൂഖ്, പഴയ പാലത്തിന്റെ നിർമ്മാണ കാലം നിങ്ങൾക്ക് അറിയാം, എന്നാ തുടങ്ങിയെന്ന് അറിയാലോ. ഒരു വലിയ പഴക്കമുള്ളതാണ്. സ്വാഭാവികമായിട്ട് അത്ര പഴക്കമുള്ള പാലം എല്ലാ നിലയിലും സംരക്ഷിക്കപ്പെടണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതുവരെ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ പണം ചെലവഴിച്ചിട്ടുണ്ട്. നവീകരണത്തിന്, മറ്റേ ദീപാലങ്കൃതാക്കുന്നതിനൊന്നല്ല. അങ്ങനൊരു ചില തെറ്റിദ്ധാരണ, രണ്ടാണ്. പാലം അറ്റകുറ്റപ്പണി നടത്താനുള്ള തുകയാണ് ഞാൻ പറഞ്ഞത്. അവിടെ അതിൻ്റെ ബോസ്ട്രിങ്സ് പൊട്ടി വീണ് തലയിൽ വീണ് കട്ടിച്ച് ഒരു കുടുംബം രക്ഷപ്പെട്ട സംഭവം വരെ ഉണ്ടായി. അങ്ങനെയുള്ള പാലയിരുന്നത്. മുകളിൽ ആർച്ചുമാരിയുള്ളത് വീണ് ഫുള്ള് തുരുമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു. ഇനി എവിടെയെങ്കിലും ഇതുപോലെ സ്വാഭാവികമായിട്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പാലം എന്നുള്ളതിൽ വീണ്ടും അതിന് പ്രശ്നങ്ങൾ വരാം. അതപ്പോൾ പരിഹരിച്ച് പോകാം. അതിലൊന്നും ഒരു പ്രശ്നവും അതിനകത്ത് വരുന്നില്ല. പിന്നെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയിട്ടുണ്ട്. ജനങ്ങളാകെ ഇവിടുന്ന് മാത്രമല്ല പലയിടത്തും ആൾ വരുന്നു. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻസ്റ്റാഗ്രാം കൈകാര്യം ചെയ്യുന്ന ഒരു ടീം പറഞ്ഞത് ഏറ്റവും അധികം ട്രെയിനിൽ നിന്നും റീൽസ് എടുക്കുന്ന ഒരു പാലമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല പാലമാണ്. അപ്പോൾ ഞാൻ വേറെ അതിൻ്റെ മറ്റ് വിവാദങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ആളുകൾ ആസ്വദിക്കാൻ വരുന്നതാണ്. പാലത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ഒരു കാലത്തും ഇല്ലാത്തത്ര പണം ചെലവഴിച്ചു. പാലം ദീപാലങ്കൃതാക്കുന്നതിനും പണം ചെലവഴിച്ചു. അവിടെ എപ്പോഴും ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ആക്ഷേപം വരുന്നത് കോടികൾ ചെലവഴിക്കപ്പെട്ടിട്ടോ ഇപ്പോഴും അതിന്റെ എത്ര രൂപ ചെലവായിട്ടുണ്ടാവും? അതൊക്കെ പരിശോധിക്കാലോ. അതൊക്കെ പൊതുമണ്ഡലത്തിലുള്ളതല്ലേ, പരിശോധിക്കാലോ. നിങ്ങളതിൽ പരിശോധിക്കേണ്ട ഇതുവരെ ആ പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് എത്ര ചെലവായി, ഏത് കാലത്താണ് കൂടുതൽ ചെലവായത്, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ പരിശോധിച്ചാൽ മതിയല്ലോ. പരിശോധിച്ച പ്രശ്നം കഴിഞ്ഞല്ലോ. എതിർക്കുന്നവർ പറയുന്നത് ലൈറ്റിങ്ങിനും പെയിന്റ് അടിക്കാനുമാണ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത്. പക്ഷേ ലൈറ്റിങ്ങിനും പെയിന്റ് അടിക്കാനും വേറെ ചെലവഴിക്കണം, അറ്റകുറ്റപ്പണിക്ക് വേറെ ചെലവഴിക്കണം. കൂടുതൽ പണം അതിനാണ് ചെലവഴിച്ചത്. നിങ്ങളിപ്പോ ലൈറ്റിംഗ് വന്നതിന് എതിരാണോ അനുകൂലമാണ്? അല്ല, നിങ്ങൾ ആരെങ്കിലും എതിരാണോ? എതിരല്ല. ആരെയും എതിരല്ലല്ലോ. നല്ല കാര്യമല്ലേ വെളിച്ചം വരുന്നത്. 140 വർഷത്തോളം പഴക്കമുള്ള പാലാണ്. ബലപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ടോ? അല്ല, അത് നമുക്ക് നോക്കാലോ. അതിന്റെ ഇപ്പൊ നിലവിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ? നിലവിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും പൊതുവെ നോക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് പോകുന്നത്. സുരക്ഷാ പ്രശ്നമൊന്നും ഇല്ല നിലവിൽ. അല്ല, നിലവിൽ അതാ നോക്കിയിട്ടാ പോകുന്നത്. നമ്മളെ ശ്രദ്ധയിലുണ്ടെങ്കിൽ നമ്മൾ ഇടപെടും. ഞാൻ പറയട്ടെ, നിങ്ങൾ അവിടെ അങ്ങനെ ഒരു പാലം ദീപാലങ്കൃതമായി കേരളത്തിൽ കൂടുതൽ പുതിയ പാലം അങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അതിനാണ് പ്രോത്സാഹനം നൽകേണ്ടത്. ഏത് ജനം ഞങ്ങൾ പറയുന്നത്? അല്ല, അവിടുത്തെ ജനത്തിന് നമുക്കറിയില്ലേ? അവിടുത്തെ ജനം ആരാന്നു, അവിടുത്തെ ജനം എങ്ങനെ ഇതിനെ കാണുന്നതൊക്കെ നന്നായിട്ട് അറിയുന്ന അവിടുത്തെ MLA അല്ലേ ഞാൻ. ഏത് ജനത്തെ ഞങ്ങൾ പറയുന്നത്?